നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പിലേക്കടുത്ത് കണ്ണൂർ. 3 ദിവസത്തെ മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 674 പോയിന്റ് നേടി കണ്ണൂർ ഒന്നാമത്. 663 പോയിന്റോടെ കോഴിക്കോട് തൊട്ടുപിന്നിൽ. കാർഷിക കൂട്ടായ്മകളെ സഹായിക്കുന്നതിനായി നൂതന കൃഷിരീതികൾ, ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ കർഷകരെ പരിശീലിപ്പിക്കും. കുലശേഖരപുരം 2-ാം വാർഡിൽ ഡ്രോൺ പ്രദർശനം സംഘടിപ്പിച്ചു. രാഘവന്റെ ജീവിതത്തിന് പുതുവെളിച്ചം. നവകേരള സദസ് വഴി അദാലത്തിലേക്ക് എത്തിയ അപേക്ഷയിൽ കടബാധ്യത എഴുതിത്തള്ളി. ആശ്വാസത്തോടെ കുടുംബം. വിശദമായ വാർത്തകളിലേക്ക്. സ്വർണ്ണക്കപ്പലേക്കടുത്ത് കണ്ണൂർ. 3 ദിവസത്തെ മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 674 പോയിന്റ് നേടി കണ്ണൂർ ഒന്നാമത്. 663 പോയിന്റോടെ കോഴിക്കോടാണ് രണ്ടാമത്. തൊട്ടുപിന്നിൽ പാലക്കാടാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 3 ദിവസത്തെ മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ കണ്ണൂർ സ്വർണ്ണക്കപ്പിലേക്ക് അടുത്തു. കടുത്ത മത്സരവുമായി കോഴിക്കോടും പാലക്കാടും പിന്നാലെയുണ്ട്. 674 പോയിന്റ് നേടിയാണ് കണ്ണൂർ കുതിക്കുന്നത്. 663 പോയിന്റ് നേടി കോഴിക്കോടും പാലക്കാടുമാണ് തൊട്ടുപിന്നിൽ. ആതിഥേയരായ കൊല്ലത്തെ പിന്നിലാക്കി തൃശൂർ 646 പോയിന്റോടെ 4-ാം സ്ഥാനത്താണ്. 638 പോയിന്റോടെ 6-ാം സ്ഥാനത്ത് കൊല്ലമുണ്ട്. മലപ്പുറം 633 പോയിന്റും എറണാകുളം 625 പോയിന്റും തിരുവനന്തപുരം 602 പോയിന്റ് നേടി. ആലപ്പുഴ 595 പോയിന്റും കാസർഗോഡ് 587 പോയിന്റും കോട്ടയം 581 പോയിന്റും വയനാട് 555 പോയിന്റ് നേടി. പത്തനംതിട്ട 518 പോയിന്റ് നേടിയിട്ടുണ്ട്. 501 പോയിന്റോടെ ഇടുക്കിയാണ് പിന്നിൽ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയ എറണാകുളം സ്വദേശികൾക്കും മത്സരാർത്ഥികൾക്കും താമസ സൗകര്യമൊരുക്കി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയവരിൽ നിന്നും പലർക്കും താമസ സൗകര്യത്തിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് സമിതി രംഗത്തെത്തിയത്. ജീവകാരുണ്യ പ്രവർത്തകരുടെയും മറ്റ് സംഘാടക സമിതി പ്രവർത്തകരുടെയും സംയുക്ത ഇടപെടൽ മൂലം താമസ സൗകര്യം ലഭിക്കാത്ത പലർക്കും താമസ സൗകര്യം ഒരുക്കി വരുന്നുണ്ട്. 16 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന കലോത്സവത്തിന് എല്ലാവിധ സഹായവുമായി കൊല്ലത്തെ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകർ രംഗത്തുണ്ട്. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസർ, കേരള സിവിൽ ഡിഫൻസ് കടപ്പാക്കട നിലയം സേനാംഗം ഷിബു റാവുത്തർ, അയത്തിൽ വഹാബ്, ഷംഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എറണാകുളം സ്വദേശികൾക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറയിൽ പോലീസ് അതിക്രമം നടന്ന സ്ഥലം BJP പട്ടികജാതി മോർച്ച നേതാക്കൾ സന്ദർശിച്ചു. കൊല്ലം ജില്ലയിൽ പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമം വർദ്ധിച്ചു വരുന്നതായി ഇവർ കുറ്റപ്പെടുത്തി. കൊല്ലം ജില്ലയിൽ പട്ടികജാതിക്കാർക്കെതിരായ പോലീസ് അതിക്രമം വർദ്ധിച്ചു വരുന്നതായി BJP പട്ടികജാതി മോർച്ച ആരോപിച്ചു. ചവറ പടനയിൽ കഴിഞ്ഞ 31 രാത്രി 12 ശേഷം ന്യൂ ഇയർ ആഘോഷിച്ച പട്ടികജാതി കുടുംബത്തിന് നേരെ പോലീസ് നടത്തിയ നരനായാട്ടിനെ തുടർന്നായിരുന്നു പട്ടികജാതി മോർച്ചയുടെ പ്രതികരണം. BJP പട്ടികജാതി മോർച്ച നേതാക്കൾ വീട് സന്ദർശിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി P ചന്ദ്രബോസ്, BJP നേതാക്കളായ MS ശ്രീകുമാർ, R മുരളീധരൻ, T രാധാകൃഷ്ണപിള്ള, SAV G രാമകൃഷ്ണപിള്ള എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ഈ പരിസരവാസികൾക്കെതിരെയും മൃഗീയമായ പോലീസ് മുറകൾ പ്രയോഗിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ആളുകളും സമീപവാസികളും അടക്കമുള്ള നിരവധി ആളുകൾക്കെതിരെയാണ് പോലീസ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയിട്ടുള്ളത്. അന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പോലീസുകാർ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നുവെന്നും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഈ വിഷയം മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്ന തൊട്ട് അയൽവാസി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിക്കും പട്ടികജാതി മോർച്ചയ്ക്കും പറയാനുള്ളത്, കൊല്ലം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നു വരുന്ന ഇത്തരത്തിലുള്ള പട്ടികജാതി അതിക്രമങ്ങൾക്കും പോലീസിന്റെ നരനായാട്ടിനുമെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും പട്ടികജാതി മോർച്ചയും എടുത്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമത്തിന് വള്ളികുന്നത്ത് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. 2 ദിവസമായാണ് ക്ഷീരസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. വള്ളികുന്നത്ത് നടക്കുന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായാണ് മൈൻഡ് എസ്കേപ്പ് എന്ന പേരിൽ ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഉദ്ഘാടനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. ഇന്ത്യയിലാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബ്, 2ാമത് കേരളവുമായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ ഉത്പാദന ചെലവ് കുറയ്ക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളിൽ പോകുന്നതിനോ ഗവൺമെന്റ് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം ക്ഷീരസംഗമങ്ങൾ വിളിച്ചു ചേർക്കുന്നതിന്
സർക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊരു ബോധവൽക്കരണം. അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കാണാൻ കഴിയണമെന്നതിനെ കുറിച്ചൊരു ചർച്ച. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു. ബിജി പ്രസാദ്, സിനു ഖാൻ, ഇന്ദു കൃഷ്ണൻ, വി വിനോദ, എ എം ഹാഷിർ, എൻ മോഹൻകുമാർ, അഭിലാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കൂട്ടായ്മകളെ സഹായിക്കുന്നതിനായി നൂതന കൃഷിരീതികൾ ആരംഭിച്ചു. ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ കർഷകരെ പരിശീലിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 2ാം വാർഡിൽ ഡ്രോൺ പ്രദർശനം സംഘടിപ്പിച്ചു. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കൂട്ടായ്മയെ സഹായിക്കുന്നതിനായാണ് നൂതന കൃഷിരീതികൾ ആരംഭിച്ചത്. ഡ്രോൺ അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുലശേഖരപുരം കൃഷിഭവന്റെ നേതൃത്വത്തിൽ 2ാം വാർഡിലെ കർഷക കൂട്ടായ്മകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രദർശനം നടത്തിയത്. വാർഡംഗം മുരളീധരൻ, കൃഷി ഓഫീസർ മീര, അസിസ്റ്റന്റ് നജീബ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡിലെ വിവിധ കാർഷിക ഗ്രൂപ്പുകൾ പ്രദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. NSS വോളണ്ടിയേഴ്സ് നിർമ്മിച്ചു നൽകിയ സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. കരുനാഗപ്പള്ളി തഴക AVG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് നിർമ്മാണം നടത്തിയത്. തഴവ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് സായങ്കാലം ചിലവഴിക്കാൻ ഒരിടമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. തണൽവൃക്ഷങ്ങളും പൂന്തോട്ടവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ പരിചരണവും NSS ഏറ്റെടുക്കും. സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ നിർവഹിച്ചു. തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ്, ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ശാസ്താംകോട്ട ലോക്കൽ ഓർഗനൈസേഷന്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടന്നു. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അഷ്റഫ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. JCIയുടെ ശാസ്താംകോട്ട ലോക്കൽ ഓർഗനൈസേഷന്റെ 7ാമത് ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടത്തി. JCI സോൺ 22 പ്രസിഡന്റ് JC അഷ്റഫ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയായി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ മാറിയിരിക്കുകയാണ്. ആരാണ് JCIയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? പഴയ JCIയുടെ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ. I am very proud in saying that he was a member of JCI Ghana. ഐക്യരാഷ്ട്ര സംഘടനയുടെ മറ്റൊരു സെക്രട്ടറി ജനറൽ ഡ്രാഗ് ഹാമർഷോൾഡ്. He is also a member of JCI. ശാസ്താംകോട്ട ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദീപ അശോക് അധ്യക്ഷത വഹിച്ചു. സോൺ വൈസ് പ്രസിഡന്റുമാരായ രാമകൃഷ്ണൻ, ഡോക്ടർ ഷെബിൻ ഷാ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നിഖിൽദാസ് പാലവിള പ്രസിഡന്റായും സെക്രട്ടറിയായി സതീഷ് കുമാറും ചുമതല ഏറ്റെടുത്തു. JCI ശാസ്താംകോട്ട യുവയുടെ പ്രസിഡന്റായി ദർശനും സെക്രട്ടറിയായി മിഥുൻ ശ്രീരാജനും ചുമതലയേറ്റു. മധു MC, രാജ്കുമാർ KR, ഐശ്വര്യ MS, നിത്യാദീപൻ, അഞ്ജു S ആനന്ദ, R കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ സ്കൂൾ ദത്തെടുക്കൽ പദ്ധതി പ്രകാരം കുന്നത്തൂർ താലൂക്കിലെ ഏതെങ്കിലും ഒരു സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന ചെലവുകളിൽ സഹായിക്കുക എന്ന പദ്ധതിയും ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നവകേരള സദസ് വഴി അദാലത്തിലേക്ക് എത്തിയ അപേക്ഷയിൽ രാഘവന്റെ ജീവിതത്തിന് പുതുവെളിച്ചം. ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന വയോധികന് ഏറെ ആശ്വാസമാകുന്നതാണ് അദാലത്തിന്റെ തീരുമാനം. ബാങ്ക് വായ്പയായി എടുത്ത 4,95,000 രൂപ 10 ലക്ഷത്തോളം രൂപയായതാണ് രാഘവനെ തളർത്തിയത്. നവകേരള സദസ് വഴി അദാലത്തിലേക്കെത്തിയ അപേക്ഷയിലാണ് രാഘവന്റെ ജീവിതത്തിന് പുതുവെളിച്ചമായത്. തൊടിയൂർ, മുഴങ്ങോടി, കിടങ്ങല്ലൂർ പടിയിട്ടതിൽ രാഘവൻ പന്തൽ ജോലികൾ ചെയ്ത കുടുംബം പുലർത്തിയിരുന്ന ആളായിരുന്നു. കഠിനാധ്വാനം കൊണ്ട് മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കി കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി രാഘവനും ഭാര്യ സുധർമ്മയും ചേർന്ന് 8 സെന്റ് ഭൂമി കേരള ബാങ്കിന്റെ മൈനാഗപ്പള്ളി നോർത്ത് ശാഖയിൽ പണയപ്പെടുത്തി 2016 4,95,000 രൂപ വായ്പയെടുത്തു. വായ്പാ തുക അടച്ചു വരുന്നതിനിടെ രാഘവന്
പക്ഷാഘാതം സംഭവിച്ച ഒരു ഭാഗം തളർന്നു. ഭാര്യ സുധർമ്മ വൃക്കരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. 2016 14 ലോൺ എടുത്ത് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ അസുഖങ്ങളും ഈ വണ്ടിയും പന്തലും എല്ലാം പിന്നെ CC-ക്കാർ കൊണ്ടുപോയി വണ്ടി പന്തല് പിന്നെ നഷ്ടപ്പെട്ടു പോയി. ആക്രി വിലയ്ക്ക് വിറ്റ്. പിന്നീടാകട്ടെ മകനും മരുമകളുമായിരുന്നു രാഘവന്റെ ആശ്രയം. അവരുടെ സംരക്ഷണത്തിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് മരുമകൾ ഉമാദേവിക്ക് അർബുദബാധയാണെന്നറിഞ്ഞത്. ഇതിന്റെ ചികിത്സയ്ക്കായി ഒട്ടേറെ പണം ചെലവാക്കേണ്ടി വന്നു. ഈ സമയത്ത് മകൻ പ്രദീപ് കുമാർ പക്ഷാഘാതം വന്ന് 47ാമത്തെ വയസ്സിൽ മരിച്ചു. അതുകൊണ്ടാണ് മരുമകൾക്ക് ചികിത്സ ചെയ്തതും ഭാര്യയ്ക്ക് ചികിത്സ ചെയ്തും എനിക്കും ചികിത്സയൊക്കെ ചെയ്ത് ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഈ തുക അടയ്ക്കാനൊക്കാതെ വന്ന് ആകെപ്പാട് ബുദ്ധിമുട്ടായി. വീട്ടിലെല്ലാം കൊണ്ടും വളരെ ദുരിതമായി. പിന്നീട് വീണ്ടും എനിക്ക് അസുഖം മുറിച്ച് വീണ്ടും അടയ്ക്കാനൊക്കെ വന്നപ്പോഴാണ് മകന്റെ 2 പെൺകുട്ടികളും രോഗിയായ മരുമകളും പക്ഷാഘാതം വന്ന രാഘവനും ഉൾപ്പെടുന്ന കുടുംബം മുന്നോട്ടുള്ള ജീവിതത്തിന് മാർഗമെന്തെന്നറിയാത്ത സ്ഥിതിയിലായി. ജീവിക്കാൻ തൊഴിലുകളൊന്നുമില്ലാതിരുന്ന സമയത്ത് 2 പശുക്കളെ വാങ്ങി വളർത്തി പാലുവിറ്റ് ജീവിതം മുന്നോട്ട് നയിച്ചു. ഇതിനിടയിൽ 2 പശുക്കളും ചത്തു. നിത്യച്ചെലവുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വായ്പാ തുക തിരിച്ചടയ്ക്കാനാകാതെ കടം 13,95,000 രൂപയായി പെരുകി. ബാങ്ക് നടപടികളെല്ലാം കഴിഞ്ഞ് ആകെ ഉണ്ടായിരുന്ന ഭൂമിയിൽ ജിപ്തിക്കായുള്ള ബോർഡും സ്ഥാപിച്ചു. കടം വീട്ടാൻ മാർഗങ്ങളില്ലാത്ത തന്റെ ജീവിത ദുരിതം വിവരിച്ചാണ് ഡിസംബർ 19 കരുനാഗപ്പള്ളിയിലെത്തിയ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നും അദാലത്തിന്റെ അറിയിപ്പ് ലഭിച്ചു. അദാലത്തിനെത്തിയ രാഘവൻ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ പകർപ്പ് അധികൃതർക്ക് നൽകി. മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ മേൽ ബാങ്കിന്റെ ഇടപെടൽ വേഗത്തിലായിരുന്നു. രാഘവന്റെ ജീവിത ദുരിതം നേരിട്ട് മനസ്സിലാക്കിയ ആർബിട്രേഷൻ AR ജയകുമാർ 9,10,000 രൂപയും വായ്പയിൽ നിന്ന് കുറവ് ചെയ്ത 4,94,000 രൂപയ്ക്ക് വായ്പ ക്ലോസ് ചെയ്തു. ഭൂമിയുടെ ഒരു ഭാഗം വിറ്റ് വായ്പാ തുക തിരിച്ചടച്ച് കടക്കണിയിൽ നിന്നും മോചിതനായ സന്തോഷത്തിലാണ് ഇപ്പോൾ രാഘവന്റെ കുടുംബം. 23/19 അദാലത്തിന് മുഖ്യമന്ത്രിക്കുള്ള അദാലത്തിന് പേപ്പർ കൊടുക്കുകയും 22-ാം തീയതി ബാങ്കിൽ നിന്ന് വീണ്ടും വിളിച്ച് അദാലത്തിന് വേണ്ടി വിളിച്ച് ആ പേപ്പർ ഇതെല്ലാം കൂടെ അവരവിടെ വാങ്ങിച്ച് വെച്ചുകൊണ്ട് അദാലത്തിൽ കൂടി വാങ്ങിച്ച 4,95,000 രൂപ അടയ്ക്കണമെന്ന് എത്രയും പെട്ടെന്ന് അടുത്ത വട്ടം ജിപ്തി നടപടി നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് അവിടെ വെച്ച് അതൊരു തീയതി കൽപ്പിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞ് കടം വിറ്റ് ഏത് തരത്തിലെങ്കിലും ഞാൻ കൊണ്ടടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും വെറും തുച്ഛമായ ചീപ്പ് വിലയ്ക്ക് വിറ്റ് കൊണ്ടുവന്ന് അടച്ചത് ജനുവരി 1-ാം തീയതി കൊണ്ടുവന്ന് അടയ്ക്കുകയും അത് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്ത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പത്തനാപുരം സെന്റ് സേവിയേഴ്സ് മലങ്കര കാത്തലിക് ദേവാലയത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് റാസ് നടത്തി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെഴുകുതിരിനാളമേന്തിയ വിശ്വാസികൾ വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ റാസയ്ക്ക് മിഴിവേകി. ഇടവക വികാരി ഫാദർ ബിനോയ് മേച്ചേരി മുകളിൽ, ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പിലേക്കടുത്ത് കണ്ണൂർ. 3 ദിവസത്തെ മത്സരങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ 674 പോയിന്റ് നേടി കണ്ണൂർ ഒന്നാമത്. 663 പോയിന്റോടെ കോഴിക്കോട് തൊട്ടുപിന്നിൽ. കാർഷിക കൂട്ടായ്മകളെ സഹായിക്കുന്നതിനായി നൂതന കൃഷിരീതികൾ. ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ കർഷകരെ പരിശീലിപ്പിക്കും. കുലശേഖരപുരം 2-ാം വാർഡിൽ ഡ്രോൺ പ്രദർശനം സംഘടിപ്പിച്ചു. രാഘവന്റെ ജീവിതത്തിന് പുതുവെളിച്ചം. നവകേരള സദസ് വഴി അദാലത്തിലേക്ക് എത്തിയ അപേക്ഷയിൽ കടബാധ്യത എഴുതിത്തള്ളി. ആശ്വാസത്തോടെ കുടുംബം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.